അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമായ ചെറിയൊരു ക്ലീനിങ് സാധനങ്ങളുടെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. 3 ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നല്ല ഉപകാരമുണ്ട്. അപ്പോൾ ഇത് വാക്വം ക്ലീനറായിട്ടും ഹെയർ ഡ്രൈയായിട്ടും ഉപയോഗിക്കുക. അപ്പോൾ ഇത് പാർട്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്സ് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 3 പാർട്സ്, മൂന്നാമത്തെ പാർട്സാണ്. പിന്നെ അതിൻ്റെ അറ്റത്തൊരു ബ്രഷ് ഉണ്ട്. നമ്മുടെ വലിയ വാക്വം ക്ലീനറിൻ്റെ അറ്റത്ത് ബ്രഷ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ചെറിയ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കീബോർഡ്, ഇതേപോലത്തെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ അടിഭാഗത്ത് ഒരു ഫാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫാൻ കറങ്ങുമ്പോൾ അടിയിലുള്ള പൊടിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഉപകാരമാണ്. അതേപോലെ ടിവിയുടെ സൈഡിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലത്തുള്ള പൊടികളൊക്കെ ക്ലീൻ ചെയ്യും. നല്ല ഉപകാരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഊരി കഴുകി വൃത്തിയാക്കി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള നൂല് പോലത്തെ ഒക്കെ പൊടിയാണത്. പൊടി ഒക്കെ ഇതേപോലത്തെ ഈ സാധനത്തിൻ്റെ അകത്തൊക്കെ വെള്ള കളറുള്ള സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊക്കെ പൊടികൾ വലിക്കും. ഈ രോമം പോലത്തെ പൊടികളാണ് ആ ബ്രഷുമ്മ തടഞ്ഞിരുന്നത്. പിന്നെ ഇത് വേറെ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് അടിപൊളി ക്ലീനിങ്ങിന് പറ്റിയതാണ്. ഇത് ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഫാനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ പിള്ളേരുടെ അടുത്ത്, ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ നമ്മൾ പുറകെ നടക്കണം. അവർ ചെയ്തു തരില്ല. അപ്പോൾ അവരെ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തം ക്ലീൻ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഇതും പാർട്സായിട്ടാണ് നമുക്ക് പാക്കറ്റിൽ വരുന്നത്. കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഫിറ്റ് ചെയ്യാം. നമ്മൾ തുടക്കണ ഇതിൻ്റെയൊക്കെ കോല് പോലെ തന്നെയാണ് കേട്ടോ ഇത്. ഒരു പാർട്സ് ഫിറ്റ് ചെയ്യുക. പിന്നെ ഇതിങ്ങനെ വളഞ്ഞല്ല ഇരിക്കുന്നത്, നമ്മൾ നീളത്തിലാണ് കേട്ടോ കിട്ടണത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഷേപ്പിൽ വളച്ചെടുക്കുന്നതാണ് ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓരോ ടൈപ്പിലൊക്കെ നമുക്ക് വളച്ചെടുക്കാം. വേറെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് ഫാൻ ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ മടക്കണം കേട്ടോ. എന്നാലാണ് ലീഫിൻ്റെ അത് നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഫാനൊക്കെ തുടച്ച് കഴിയുമ്പോൾ പൊടിയൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കഴുകി ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാനൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കഴുകിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ വാങ്ങിച്ചപ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഇടാനും ഊരാനൊക്കെ സുഖമാണ് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ടൈറ്റിൽ മടക്കി കഴിഞ്ഞാൽ ലീഫുമൊക്കെ നല്ല ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ഫാനിൻ്റെ ലീഫിൻ്റെ വീതി അനുസരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. നമ്മൾ പതിയെ ചെയ്യണം. ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് വളരെ ഉപകാരം കേട്ടോ. നോമ്പിനൊക്കെ എല്ലാ ഫാനും ഇതേപോലെയൊക്കെ തുടച്ചെടുക്കാൻ പറ്റി. ലീഫിന് വീതി കുറവാകുമ്പോൾ പതിയെ ഇതേപോലെ കിടന്ന് ലീഫ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. എന്നാലും നമുക്ക് സാവധാനത്തിൽ ഇതേപോലെ തുടച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എ സിയുടെ മുകൾ ഭാഗം, ഷെൽഫിൻ്റെ മുകൾ ഭാഗം, അങ്ങനെ എല്ലാ സ്ഥലവും നമുക്ക് തുടക്കാം. കണ്ട ഫാനിൻ്റെ മുകളിലുള്ള ചെളിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തുടച്ച കാരണം കുറച്ചുള്ളൂ. നമുക്കിത് ഊരി കഴുകിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു പ്രോഡക്റ്റാണ് ഇത്, ഗ്ലൗസ്. നമുക്ക് പാത്രം കഴുകുമ്പോൾ ചിലർക്ക് കൈക്കൊക്കെ അലർജി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഗ്ലൗസ് നല്ല ഉപകാരമാണ് കേട്ടോ. ഇതാകുമ്പോൾ സ്ക്രബ്ബർ വേണമെന്നില്ല. നമുക്ക് ലോഷനിൽ ഇതേപോലെ കൈ മുക്കിയിട്ട് കഴുകാം. വേണമെങ്കിൽ സ്ക്രബ്ബർ കൂട്ടി പിടിച്ച് കഴുകുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ പിടിക്കുമ്പോൾ തെന്നിപ്പോവില്ല, നല്ലൊരു ഗ്രിപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ ബാത്റൂം, ടോയ്ലറ്റൊക്കെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഗ്ലൗസ് ഉപയോഗിക്കാം. നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ ഭിത്തിയിലുള്ള ടൈലൊക്കെ ഇതേപോലെ തേച്ചെഴുകാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്ലൗസും നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയ 3 ഐറ്റമാണ് കാണിച്ചത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.